ഒരു പുഴക്കരയിൽ വലിയൊരു അത്തിമരമുണ്ടായിരുന്നു. ആ മരത്തിൽ എപ്പോഴും ധാരാളം അത്തിപ്പഴങ്ങൾ കായ്ക്കുമായിരുന്നു. അതിന്റെ മുകളിൽ സന്തോഷത്തോടെ ഒരു കുരങ്ങൻ താമസിച്ചു. ഒരു ദിവസം പുഴയുടെ കരയിൽ ഒരു മുതല വന്നു. അവനെ കണ്ട കുരങ്ങൻ സ്നേഹത്തോടെ ഒരു അത്തിപ്പഴം മുതലക്ക് കൊടുത്തു. പഴം തിന്ന് സന്തോഷിച്ച മുതല കുരങ്ങനുമായി സൗഹൃദമായി സംസാരിച്ചു. അന്നു മുതൽ ദിവസേന മുതല വരും. കുരങ്ങൻ അത്തിപ്പഴങ്ങൾ കൊടുക്കും. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി. മുതല ബാക്കി വരുന്ന അത്തിപ്പഴങ്ങൾ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതലയുടെ ഭാര്യ ചോദിച്ചു, ദിവസേന അമൃതം പോലെ രുചിയുള്ള ഈ അത്തിപ്പഴങ്ങൾ എവിടെ നിന്നാണ്? മുതല സത്യം പറഞ്ഞു, ഒരു കുരങ്ങൻ എന്റെ ആത്മസുഹൃത്താണ്. അവൻ സ്നേഹത്തോടെ തരുന്നതാണ് ഈ അത്തിപ്പഴങ്ങൾ. ഇത് കേട്ട ഭാര്യയ്ക്ക് ദുഷ്ടചിന്ത തോന്നി. എപ്പോഴും അത്തിപ്പഴം തിന്നുന്ന ആ കുരങ്ങന്റെ ഹൃദയം എത്ര രുചിയുള്ളതായിരിക്കും. അങ്ങയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു തരൂ. മുതല പറഞ്ഞു, അവൻ എനിക്ക് സഹോദരനെ പോലെയാണ്. അവനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. എന്നാലും ഭാര്യയുടെ നിർബന്ധം തുടരുകയായിരുന്നു. അതിനാൽ കുറേനാൾ മുതല കുരങ്ങനെ കാണാൻ പോയില്ല. ഒരു ദിവസം നിർബന്ധിതനായി മുതല വീണ്ടും കുരങ്ങനെ കാണാൻ ചെന്നു. കണ്ടതോടെ കുരങ്ങൻ സന്തോഷത്തോടെ ചോദിച്ചു, സുഹൃത്തേ, കുറെ നാളായി കാണാഞ്ഞതെന്ത്? മുതല പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് അതിഥിയായി വരണം. കുരങ്ങൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അവൻ മുതലയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങി. വഴിയിൽ വെച്ച് മുതല സത്യം പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം വേണം. അതിനായാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. കുരങ്ങൻ പേടിച്ചു. എന്നാൽ ഉടൻ അവനൊരു ബുദ്ധി തോന്നി. അവൻ പറഞ്ഞു, സുഹൃത്തേ, നീ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് വെറുതെയായി. ഞാൻ ഹൃദയം എപ്പോഴും കൈവശം വെക്കാറില്ല. അത് അത്തിമരത്തിന്റെ പൊത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹൃദയമില്ലാതെ എന്നെ കൊണ്ടുപോയാൽ എന്ത് കാര്യം? ഇത് കേട്ട് മുതല സന്തോഷിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ അത്തിമരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ മുതല കുരങ്ങനുമായി തിരിച്ചുപോയി. കരയിലെത്തിയതോടെ കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിൽ അത്തിമരത്തിൽ കയറി. അവൻ മുതലയെ നോക്കി പൊട്ടിച്ചിരിച്ചു പറഞ്ഞു, എടാ മണ്ട, ഹൃദയം ഒരിടത്ത് സൂക്ഷിച്ചുവെച്ച് അതില്ലാതെ നടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്റെ ഹൃദയം എപ്പോഴും എന്റെ ഉള്ളിൽ തന്നെയാണ്. ഇനി ഒരിക്കലും ഞാൻ നിനക്ക് ഒരു അത്തിപ്പഴം പോലും തരില്ല. അവസാനം ലജ്ജിച്ച് തലകുനിച്ച് മുതല മടങ്ങിപ്പോയി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.